സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവും നടി വിൻസി അലോഷ്യസിന്റെ പരാതിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങളും പോലീസും ഓടുന്നത് ആ ഒരു നടന് പിന്നാലെയാണ്. ഇതുപോലെ മുൻപ് കടലാസ് കത്തിത്തീരുന്ന വേഗത്തിൽ വാർത്തകളും ചർച്ചകളും വന്നുപോയ മറ്റൊരു ദിവസമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് കിട്ടിയ ദിവസം. പേരുകൾ പ്രതിപാദിക്കാതെ പലതരം പരാതികളും അതിൽ വായിക്കാനിടയായി. അതിൽ ലഹരി ഉപയോഗവും ലൈംഗിക അതിക്രമവും തൊഴിലാളി ചൂഷണങ്ങളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. ആ പരാതികളിൽ ഒന്നിൽ പോലും യാതൊരു നടപടിയുമില്ലാതെ മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടുന്ന ആ നടനു ചുറ്റും വല വിരിക്കുകയും നടപടിയെടുക്കുമെന്ന് സിനിമാ സംഘടനകളെല്ലാം ഒന്നടങ്കം നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ WCC സ്ഥാപകാംഗം ദീദി ദാമോദരൻ പ്രതികരിച്ചതുപോലെ ഈ പ്രവൃത്തി രോഗത്തെയല്ല, രോഗലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത്. ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങി തീരുന്നത് വരെയുള്ള സമയത്ത് ആ സെറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നാൽ അതിൽ നടപടിയെടുക്കേണ്ടത് ഇന്റേണൽ കംപ്ലയിന്റ് സെല്ലാണ്. ഈ വിഷയത്തിൽ വിൻസി പറയുന്നു, സെറ്റിൽ വെച്ച് നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ തുടർന്ന് അഭിനയിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പക്ഷേ സംവിധായകന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും നിർബന്ധപ്രകാരം തുടരേണ്ടി വന്നുവെന്ന്. പരാതി പേപ്പറിൽ എഴുതി ലഭിക്കാത്ത പക്ഷം മോശം പെരുമാറ്റം ഉണ്ടാകുന്ന വ്യക്തിക്ക് മേൽ സ്വമേധയാ നടപടിയെടുക്കാൻ പോലും കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഇതിനൊന്നും തയ്യാറാവാത്ത പക്ഷം സിനിമാ സെറ്റുകളിൽ IC രൂപീകരിക്കുന്നതിന്റെ ഫലം എന്താണ്? പേരിനൊരു കമ്മിറ്റി അഥവാ ഒരു പേപ്പർ കമ്മിറ്റിയുടെ ആവശ്യം എന്താണ്? നടപടിയെടുക്കാൻ മാത്രം ഗുരുതരമാണോ വിഷയമെന്നാണോ സംശയം? ലൈംഗിക പീഡനം എന്ന ടൈറ്റിലിന് കീഴിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെ എന്തൊക്കെയാണെന്നുള്ളത് നിയമത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. 1. നേരിട്ടോ അല്ലാതെയോ ഉള്ള ശരീര സ്പർശവും പ്രവൃത്തികളും. 2. ലൈംഗിക സേവനത്തിനുള്ള ആവശ്യമോ അപേക്ഷയോ. 3. ലൈംഗിക ചുവയുള്ള പരാമർശം. 4. അശ്ലീല ചിത്ര പ്രദർശനം. 5. വാക്കും നോട്ടവും പ്രവൃത്തികളും. 6. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെടുത്തി പ്രത്യക്ഷമായോ പരോക്ഷമായോ ജോലിയിൽ പ്രത്യേക പരിഗണന നൽകാമെന്ന വാഗ്ദാനം. 7. ജോലിക്ക് മനഃപൂർവ്വം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. തൊഴിലിടത്തിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളിന്മേൽ പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കുകയാണ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ചെയ്യേണ്ടത്. സിനിമാ സെറ്റിലെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഇത്തരമൊരു കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് 2018 WCC ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിക്ക് മേൽ തൊഴിലിടങ്ങളിൽ തൊഴിൽ സംരക്ഷണ നിയമം വരണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി വിധിയോടെ സിനിമാ സെറ്റുകളിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും ആഭ്യന്തര പരാതി സെല്ലുകൾ രൂപീകരിക്കണമെന്ന് നിർബന്ധമാക്കി. തൊഴിലിടങ്ങളിൽ വ്യക്തികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങളും മറ്റു ചൂഷണങ്ങളും തടയാനും നിരോധിക്കാനും പരിഹരിക്കാനുമായി നിയമം പ്രാബല്യത്തിൽ വന്നത് 2013 ഏപ്രിൽ 23-നാണ്. ഈ നിയമത്തിൽ പറയുന്നത് പ്രകാരം തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്നതിനായി തൊഴിലുടമ ആഭ്യന്തര പരാതി സമിതി അഥവാ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണം. സിനിമയിൽ ഇത് നിർമ്മാതാവും സംവിധായകനും അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ്. 10-ൽ കുറവ് ജീവനക്കാരുള്ള ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്ന പരാതികൾ 7 ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല ലോക്കൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറണം. 10-ഓ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഈ കമ്മിറ്റിയെ ബോധിപ്പിക്കുന്ന പരാതിക്ക് മേലുള്ള നടപടികൾ എങ്ങനെയൊക്കെ എടുക്കാം? താക്കീത്, ഔദ്യോഗിക ശാസന, സ്ഥാനക്കയറ്റം തടഞ്ഞുവെക്കൽ, ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കൽ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ, കൗൺസിലിംഗിന് വിധേയമാക്കൽ, സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കൽ എന്നിങ്ങനെയുള്ള നടപടികൾ തെറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കുമേൽ എടുക്കാമെന്നും നിയമം പറയുന്നു. പരാതി വന്ന പക്ഷം കമ്മിറ്റി അംഗങ്ങൾ അത് മറച്ചുവെക്കുകയോ നടപടിയെടുക്കാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്താൽ കമ്മിറ്റിക്കെതിരെ പരാതിപ്പെടാനും പരാതിക്കാരിക്ക് അവകാശമുണ്ട്. ഈ കടമ്പകളെല്ലാം കടന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സർക്കാർ സമക്ഷം ഈ പരാതികൾ എത്തിയാൽ പിന്നെന്താണ് അതിൻ്റെ ഭാവി?